ഹായ് ഹലോ നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. CBSE 10ാം ക്ലാസ് 10th ഇപ്പോൾ അടുത്ത റീസെന്റ് എക്സാം എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അപ്പോൾ ഹിസ്റ്ററിയിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജോഗ്രഫിയുടെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് നോക്കാം. ജോഗ്രഫിയിൽ മെയിനായിട്ട് നിങ്ങൾക്ക് ഒരു 6 ചാപ്റ്റർ പഠിക്കാനുണ്ട്. ലാസ്റ്റ് 7ാമത്തെ ചാപ്റ്റർ നിങ്ങൾ പഠിക്കണ്ടല്ലോ. 7ാമത്തെ ചാപ്റ്ററിൽ നിന്ന് മാപ്പ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കുകയുള്ളൂ. അപ്പം നമ്മൾ 1ാമത്തെ ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെന്റ്, അതിൽ ഈ നമുക്ക് എക്സ്പെക്ട് ചെയ്യാന്നുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അജണ്ട 21, അതുപോലെ റീസോഴ്സ് പ്ലാനിങ് ഇൻ ഇന്ത്യ, പിന്നെ സോയിൽ ടൈപ്പ്, ഒരു 5-6 ടൈപ്പ് ഓഫ് സോയിൽ ഉണ്ട്. ആ സോയിലിന്റെ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ചോദിക്കാം. ഈ സോയിൽ എവിടെയാണ് കാണുന്നത്, ആ സ്റ്റേറ്റിന്റെ പേര് എഴുതാൻ വേണ്ടി ചോദിക്കാം. അല്ലെങ്കിൽ ഏത് സോയിലാണ് പൊട്ടാഷ് ഉള്ളത്, ഏത് സോയിലാണ് കാൽഷ്യം കാർബണേറ്റ് ഉള്ളത്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അല്ലെങ്കിൽ ഈ സോയിലിന്റെ പിക്ചർ ഇങ്ങനെ കൊടുത്തിട്ട് ഇത് ഏത് സോയിലാണ് മെൻഷൻ ചെയ്യാൻ വേണ്ടി ചോദിക്കാം. അപ്പൊ അത്രയും മാത്രമേ ഉള്ളൂ ആ ഒരു ഇതിൽ. ഇത് ഈ ഒരു റീഡിന്റെ വെയിറ്റേജ് 20 മാർക്കാണ്. അപ്പോൾ ഒരു മാപ്പ് ക്വസ്റ്റ്യനോ ഏതെങ്കിലും ഒരു സോയിൽ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം സോയിൽ കൺസർവേഷൻ. സോയിൽ കൺസർവേഷൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ് ഒന്ന് നോക്കിയിട്ട് പോവുക. 2ാമത്തെ ചാപ്റ്റർ നമ്മൾ പോവുകയാണെങ്കിൽ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. ഈ ഫോറസ്റ്റിൽ ടൈപ്സ് ഓഫ് ഫോറസ്റ്റ് ഒന്ന് പഠിക്കുക. 3 ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു പാർക്കിൻ്റെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ, കോർബറ്റ് നാഷണൽ പാർക്ക്, മനാസ് നാഷണൽ പാർക്ക്, പെരിയാർ നാഷണൽ പാർക്ക്, ഇത് മാപ്പ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. പിന്നെ കൺഫേം ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്ന ഒരു ടോപ്പിക്കാണിത്, കമ്മ്യൂണിറ്റി ആൻഡ് കൺസർവേഷൻ. വാട്ട് ഈസ് ദ റോൾ ഓഫ് കമ്മ്യൂണിറ്റി, അതായത് ചിപ്കോ മൂവ്മെന്റ്, JFM, ആ ഒരു ടോപ്പിക്ക് എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്ത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നല്ലപോലെ പഠിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അടുത്ത ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ വാട്ടർ റീസോഴ്സസ്. വാട്ടർ റീസോഴ്സസിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഡാമിന്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജ്. അത് ഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരൂല. വാട്ട് ഈസ് ഡാം എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിക്കില്ല. അവിടെ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഡാം എന്ന് പറഞ്ഞ് ചോദിക്കില്ല. എന്തെങ്കിലും ഇൻഡയറക്റ്റ് രീതിയിൽ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാനുള്ള സാധ്യത കൂടുതൽ. അപ്പം മൾട്ടിപർപ്പസ് പ്രോജക്റ്റ് എന്ന് കേട്ടാലും നിങ്ങൾ ഡാം തന്നെയാണ് എഴുതേണ്ടത്. ഡാം റിലേറ്റ് ചെയ്ത് മാപ്പ് ക്വസ്റ്റ്യൻ വരാം. ആ ഡാമിൽ നമുക്ക് ഒരു 4-5 ഡാമിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ 4-5 ഡാം എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കിയിട്ട് പോവുക. അത് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡാം ആയിരിക്കും അതിൽ ഇമ്പോർട്ടൻറ്റ്. പിന്നെ രാജസ്ഥാനിലെ റൂഫ് വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം, അതൊന്ന് നോക്കിയിട്ട് പോവുക. മെയിനായിട്ട് ഡാമും ആ ഒരു റൂഫ് ടോപ്പ് ഹാർവെസ്റ്റിംഗ് സിസ്റ്റം, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം കൂടെ ആ ചാപ്റ്ററിൽ ഒന്ന് നോക്കിയിട്ട് പോവുക. അടുത്ത ചാപ്റ്ററിൽ പോവുകയാണെങ്കിൽ അഗ്രികൾച്ചറിൽ നിങ്ങൾക്ക് റൈസ്, വീറ്റ്, മില്ലറ്റ്സ്, പൾസസ്, അങ്ങനെ കുറച്ച് ക്രോപ്സിനൊക്കെ പറ്റി പഠിക്കാനുണ്ട്. ഈ ക്രോപ്സിൽ റിലേറ്റ് ചെയ്ത് ആ ക്രോപ്സിന്റെ ടെമ്പറേച്ചർ എത്രയാണ്, ആ ക്രോപ്സിന് എത്ര മഴ വേണം, ഏത് സോയിലാണ് ആ ക്രോപ്പ് വളരുന്നത്, ഏത് സംസ്ഥാനത്തിലാണ് അത് വളരുന്നത്, അങ്ങനെ റിലേറ്റ് ചെയ്ത് 2 മാർക്ക് ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. അപ്പോൾ ഓരോ ക്രോപ്സിന്റെയും ടെമ്പറേച്ചർ, അതിന്റെ റെയിൻഫോള്, അതിന്റെ സോയില്, പിന്നെ ഓരോ പ്ലേസ്, ഏത് സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ വളരുന്നത്, അങ്ങനെ ഒരു സ്റ്റേറ്റിന്റെ പേരും പഠിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു ടോപ്പിക് ആയിരിക്കും ആ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുക. പിന്നെ അടുത്ത ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ മിനറൽ ആൻഡ് എനർജി റീസോഴ്സസ്. മിനറൽ ആൻഡ് എനർജി റീസോഴ്സസിൽ ടൈപ്സ് ഓഫ് മിനറൽസ് ഉണ്ട്. ഫെറസ് മിനറൽസ്, നോൺ ഫെറസ് മിനറൽസ്, പിന്നെ അതിൻ്റെ ഓരോ എക്സ്പ്ലനേഷൻ. കൺസർവേഷൻ ഓഫ് മിനറൽസ്, അതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, കൺസർവേഷൻ ഓഫ് മിനറൽസ് എന്ന് പറയുന്നത്. പിന്നെ കൺവെൻഷണൽ എനർജി റീസോഴ്സസ്, നോൺ കൺവെൻഷണൽ എനർജി റീസോഴ്സസ്, അതിന്റെ ഡിഫറൻസ്. കൺവെൻഷനിൽ നമുക്കൊരു 2-3 ഐറ്റം വരും, അത് പഠിക്കുക. നോൺ കൺവെൻഷനിലും അതേപോലെ വിൻഡ് എനർജി, സോളാർ എനർജി, ബയോഗ്യാസ്, ടൈഡൽ എനർജി, ജിയോ തെർമൽ എനർജി, അങ്ങനെയുള്ള ടോപ്പിക്ക് വരും. അതും ഒന്ന് ശ്രമിക്കുക. പിന്നെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൽ നിന്ന് 5 മാർക്ക് ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മാനുഫാക്ചറിങ്, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ ഇൻഡസ്ട്രീസിൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ലാസ്റ്റ് ടോപ്പിക് എന്നൊക്കെ പറയുമ്പം പൊല്യൂഷനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടോപ്പിക്ക് പഠിക്കണം. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, തെർമൽ പൊല്യൂഷൻ, പിന്നെ ഓരോ ഇൻഡസ്ട്രി, കെമിക്കൽ ഇൻഡസ്ട്രി, ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി, അലുമിനിയം ഇൻഡസ്ട്രി, അതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് വെച്ചാൽ മതി. നിങ്ങൾക്ക് ഓണായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല. അപ്പോൾ അയൺ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്, അയൺ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയാണ് അയൺ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതെവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അതിന്റെ റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എഴുതിയാൽ മതി. നമ്മളെപ്പോഴും SST എഴുതുമ്പോഴത്തേനും പാരഗ്രാഫായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കരുത്. എപ്പോഴും പോയിന്റ് ആയിട്ട് എഴുതാൻ വേണ്ടി. ഇപ്പൊ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിലൊരു 6 പോയിന്റ് ഉണ്ടായിരിക്കണം. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 10 പോയിന്റ് ഉണ്ടായിരിക്കണം. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 4 പോയിന്റ് ഉണ്ടായിരിക്കണം.
ആ പോയിന്റ് ബേസ് ആണ് മാർക്ക്. ആ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേനും എന്തെങ്കിലും ഒരു പോയിന്റ് എടുത്ത് വെച്ച് എഴുതിയാലൊന്നും മാർക്ക് തരൂല. ആ ഒരു ക്ലൂ മെയിൻ ആയിട്ട് വരുന്ന പോയിന്റുമാണ് നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് മാത്രം എഴുതുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന മാർക്ക് കിട്ടാനുള്ള സാധ്യതയുള്ളൂ. പിന്നെ അടുത്ത ലാസ്റ്റ് ലൈഫ് ലൈൻസ് ഓഫ് നാഷണൽ എക്കണോമി ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കണ്ട, പക്ഷെ അതിൽ നിന്ന് മാപ്പ് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ വരും. മാപ്പ് എന്ന് പറയുമ്പോഴത്തേനും മെയിൻ ആയിട്ട് അതിൽ പോർട്ടോ അല്ലെങ്കിൽ എയർപോർട്ടോ ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരും. അതിൽ നിങ്ങൾക്ക് മെയിനാ കണ്ടല പോർട്ട്, അതേമാതിരി മർമഗാവോ പോർട്ട്, പിന്നെ അതേപോലെ ചെന്നൈ പോർട്ട്, തൂത്തുക്കുടി പോർട്ട്, അങ്ങനെയുള്ള പോർട്ട് ഏതെങ്കിലും ചോദിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്, അതേപോലെ രാജീവ് ഗാന്ധി എയർപോർട്ട്, അങ്ങനെയുള്ള എയർപോർട്ടുകൾ ചോദിക്കാനുള്ള സാധ്യത മാത്രമേ ആ ഒരു ചാപ്റ്ററിലുള്ളൂ. അപ്പൊ അതിന് മാപ്പ് ക്വസ്റ്റ്യൻ മാത്രം നോക്കിയിട്ട് പോവുക, ലാസ്റ്റ് ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി നിൽക്കരുത്. അപ്പൊ ഈ ഇത്രയും ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ജോഗ്രഫിയിൽ നിന്ന് കവർ ചെയ്തിട്ട് പോവുക. 20 മാർക്ക് നിങ്ങൾക്ക് ഷുവർ ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ജോഗ്രഫി എഴുതുമ്പോഴത്തേനും അതിൻ്റെ ഇടയിൽ വേറൊരു സിവിക്സോ എക്കണോമിക്സോ എഴുതാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. Okay, thank you so much.